ത്തിലെ ഇല്ലാതെ പോയ ഒരു മേഖലയായി. കാരണം ഈ ഒരു വലിയൊരു കുന്ന് ഇടിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്കായി നിലം പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രദേശത്തേക്ക് അടിഞ്ഞു കൂടിയതാണ്. കാരണം ഒരു മല ആകെ വന്ന് ഇവിടെ അടിഞ്ഞു കൂടിയതാണ്. വിവിധ ഒരു മുണ്ടക്കൈ മേഖലയുടെ ചരിവിലുള്ള ഒരു മല. ആ തുടക്കത്തിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ്. ആ മേഖലയിലെ ഒരു പ്രദേശം ആകെ വന്ന് അടിഞ്ഞതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രദേശത്തെ വീടുകളല്ല, അപ്പുറത്തു നിന്ന് എതിർ വശത്തൊക്കെ നന്നായി എത്തിയ വീടുകളൊക്കെയാണ് മലയുമായി മലയിൽ നിന്ന് പൊട്ടിയൊലിച്ച് എത്തിയതൊക്കെയാണ്. ഈ സമീപമായി തന്നെ ചാലിയാറിന്റെ കൈവരിയുമുണ്ട്. ഇതിലൂടെയൊക്കെ തന്നെയാണ് മൃതദേഹം ഒലിച്ചു പോയതെന്നാണ് രക്ഷാപ്രവർത്തകരും ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ നമ്മളോട് രാവിലെ പങ്കുവെച്ചിരിക്കുന്നത്. അങ്ങനെ ഇനിയും മണ്ണിനടിയിലുള്ള ആ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ ഈ നിമിഷവും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധിയെ അതിജീവിച്ചായിരുന്നു ഈ രക്ഷാ ദൗത്യത്തിനും ഒരു അതിജീവനം തന്നെയായിരുന്നു. കാരണം നിരവധിയായ പ്രതിസന്ധികളാണ്. ഈ മരം മാറ്റുമ്പോൾ അതിന് തടസ്സമായിക്കൊണ്ട് മണ്ണ് ഇങ്ങനെ കുമ്പാരം പോലെ നിൽക്കും. അപ്പോൾ കട്ടറുകൾ വേണം, ഈ യന്ത്രങ്ങൾ വേണം, മറ്റ് സാമഗ്രികൾ വേണം. അത്തരത്തിൽ ഒന്ന് ശരിയാകുമ്പോൾ മറ്റേത് പ്രതികൂലമായി വരും എന്നുള്ള രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പോലും പിന്നോട്ടില്ലെന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെയുള്ള കൈമേയി മറന്നുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. മുൻകാല മുഖങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നാടൊന്നിക്കുന്ന കാഴ്ച നമ്മൾ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിന്റെയൊക്കെ ഒരു ബലം കൂടിയാണ് നമുക്ക് കൂടുതൽ ഇനിയെങ്കിലും നമുക്ക് ഉറ്റവരക്കായി കാത്തിരിക്കുന്നവരുടെ കണ്ണുകളൊക്കെ നമ്മൾ കെ മധു നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നു. അക്ഷയ സൂചിപ്പിച്ചത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ ദുരന്ത ഭൂമിയേക്കാൾ വ്യാപ്തിയുണ്ട് അവരുടെ കണ്ണുകളിൽ, അവരുടെ ഭാവങ്ങൾക്ക്. അവർ മൗനമാണെങ്കിൽ പോലും അത്രമേൽ ആഴമുണ്ട് അവരുടെ ആ നോവിന് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർക്കായുള്ള ഒരു തിരച്ചിൽ കൂടിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അവരുടെ ഉറ്റവരെ തേടി എവിടെയെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷ, ഒരു നോക്ക് അവസാനമായെങ്കിലും ഓർക്കൊന്ന് കാണണമെന്നൊക്കെയുള്ള പ്രതീക്ഷയൊക്കെ പലരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് അവസാനമായി കണ്ടെത്താനുള്ള ആ ഒരു ശ്രമമാണ്. അങ്ങനെ ഒരുപാട് ജീവനുകൾ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയാണ്. മനസ്സ് മരവിച്ചു എന്ന ഈ ഒരു മൂന്നാം ദിനവും ഞാൻ പറയാം, മനസ്സ് മരവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. അത്തരത്തിൽ ഈ മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈകളിൽ കണ്ണും നട്ട് നിൽക്കുന്ന ഒരു നാട്, അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തകർ, അതെല്ലാം ഇവിടുത്തെ കാഴ്ചയായി. ചൂരൽമലയിലെ രക്ഷാദൗത്യം ഈ മഴയ്ക്കിടയിലും പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചൂരൽമലയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ മഴയ്ക്കിടയിലും അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇനിയും തങ്ങളുടെ ഉറ്റവരെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ തന്നെ മരണസംഖ്യ 291